ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മാസ്ക് വെച്ചൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് കുത്തിപ്പിടിച്ച് തരാം. അപ്പോൾ നമുക്കിന്ന് മാസ്കിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് വെട്ടുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെട്ടിയേക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമുക്കതൊരു പൂങ്കൊടിക്ക് വേണ്ടി എടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും ഭാഗം വിട്ടിട്ട് വേണം വെട്ടാൻ. അപ്പോൾ നമ്മൾ മാസ്ക് കൊണ്ട് ചെയ്യാൻ പോണത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. നമ്മളൊരു അടിപൊളി പൂവാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് വയർ പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ അത് നമ്മൾ വെച്ചേക്കാം. അത് നമുക്ക് ഈ ചെടിയുടെ തണ്ടായിട്ട് ഉപയോഗിക്കാം. അതും മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ചെടിയുടെ ഇതളുകളൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ കുറേ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിട്ട് മടക്കുക. ഇതൊരു മടക്ക്, ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ മടക്ക്. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഒരു ഇതളിൻ്റെ ആകൃതിയിൽ നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ മടക്കിൽ നമ്മൾ മടക്കി ആ മടക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഇതൾ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഇതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടി മാറ്റി വെച്ചിരുന്നതാണ് ഈ പീസ്. അപ്പോൾ നമുക്കിതിൽ പൂങ്കുടി പോലെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വെട്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതളുകളെടുത്ത് സൂചി നൂലും വെച്ചിട്ട് അതിനകത്ത് കൊരുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ മടക്കുന്നത് കാണിച്ചുതരാം. ഇങ്ങനെ തന്നെ മടക്കിയാലേ നമുക്ക് ആ ഫ്ലവറിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ അല്ലാത്ത രീതിയിലൊക്കെ മടക്കുകയാണെങ്കിൽ അതൊരു ഭംഗിയില്ലാതിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ മടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഇതള് പോലെ തന്നെ കിട്ടും നമുക്ക്. അതേ നമ്മളെല്ലാം കൊരുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് നല്ല വലിച്ചിറുക്കി അങ്ങ് കെട്ടി വെക്കാം. നല്ല പോലെ മുറുക്കി കെട്ടണം കേട്ടോ. അപ്പോൾ അതേ നോക്കിയാൽ നമ്മുടെ ഫ്ലവർ ഇപ്പം തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇനി പൂങ്കുടിയും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൂങ്കുടി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തണ്ടിൽ പച്ച ടേപ്പ് വെച്ചൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇനി നമുക്കൊരു മാസ്ക് കൂടെ ഉണ്ട്. അതിൽ നമുക്ക് ഇച്ചിരി ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് അതിൻ്റെ ലീഫ് എടുക്കണ്ടേ. ലീഫ് എടുക്കുന്നത് നമ്മൾ ഈ മാസ്ക് കൊണ്ട് തന്നെ ചെയ്യുന്നതല്ലേ ഭംഗി. അപ്പോൾ അത് വെച്ച് തന്നെയാണ് ഞാൻ ഇപ്പം ലീഫും ചെയ്യുന്നത്. അങ്ങനെ നല്ല പോലെ ഒന്ന് കുറച്ച് ഭാഗത്ത് മാത്രം പെയിൻറ്റ് അടിച്ചതിന് ശേഷം ആ പെയിൻറ്റ് അടിച്ച ഭാഗം മാത്രം മടക്കിയെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലീഫിൻ്റെ ആകൃതിയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ അതേ ലീഫ് രണ്ടും വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഇച്ചിരി ഗ്ലൂ തേച്ച് കൊടുക്കാം. അത് വേറെ ഒന്നുമല്ല, നമുക്കൊരു മെറ്റൽ വയർ അതിനകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മെറ്റൽ വയർ എടുത്ത് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ എടുത്ത് ആ ലീഫിനകത്ത് ഫുള്ള് നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പുറത്ത് കാണുന്ന ലീഫും കൂടെ വെച്ച് അതങ്ങ് ക്ലോസ് ചെയ്തെടുക്കാം. മെറ്റൽ വയർ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഫ് ഒടിക്കുകയോ മടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയാണ്, ഒരു ഒറിജിനാലിറ്റി ഫീൽ വരാൻ വേണ്ടിയാണ് മെറ്റൽ വയർ വെക്കുന്നത്. അപ്പോൾ ഗായ്സ് നമ്മുടെ പൂവ് റെഡി ആയിരിക്കുന്നു. എങ്ങനെയുണ്ട് ഗായ്സ്? പൊളിയല്ലേ? ഞാൻ വീഡിയോ കണ്ടത് വെറുതെ ആയില്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ അത് തന്നെ കാര്യം. അപ്പോൾ രണ്ടാമത്തെ പൂവിൽ ഈ ഓറഞ്ച് കളറ് വന്നത് ഞാനത് ഫ്ലവർ ഉണ്ടാക്കുന്ന പേപ്പർ വെച്ചിട്ട് ചെയ്തു കൊടുത്ത പൂങ്കൊടിയാണ്. അപ്പോൾ എനിക്ക് ബ്ലൂ കളർ കണ്ടപ്പോൾ അതിൽ ഓറഞ്ചും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തോന്നി, അങ്ങനെ വെച്ചതാണ്. അങ്ങനെ നമ്മുടെ ലീഫൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഒടിക്കുക മടക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു മെറ്റൽ വയർ വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഞാൻ ഈ മേളിൽ കാണുന്ന പൂങ്കൊടി ചെയ്തിരിക്കുന്നത് ഈ രണ്ടാമത്തെ ഫ്ലവറിന് വേണ്ടി വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത പൂങ്കൊടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ചെയ്തപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്? പൊളിയല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.